കൃഷ്ണകൃപാസാഗരം. സർവസാരാംശമായ ഭഗവാന്റെ അഷ്ടമാവതാരത്തിന് ലോകം സജ്ജമായി. കംസനെപ്പോൽ വെറും നിസ്സാരന്മാരായവർക്ക് കാലത്തിൻ്റെ മാറ്റങ്ങൾ ഉള്ളിൽ അത്ഭുതം നിറച്ചു. എപ്പോൾ ഭഗവത് ചൈതന്യം ശ്രീകൃഷ്ണരൂപം കൈവരിക്കാൻ തുടങ്ങിയോ അപ്പോൾ കാരാഗൃഹത്തിനകം പോലും പ്രകാശപൂരിതമായി. ശിലാതൽപ്പങ്ങൾ പുഷ്പതൽപ്പങ്ങളായി മാറി. ദേവകീ വസുദേവന്മാർ നാവിൽ നാമജപങ്ങൾ ഉരുക്കഴിച്ച് ശോഭായമാനമായ പ്രകൃതിയുടെ അംഗതലത്തിൽ യദുകുലത്തിൻ്റെ രക്ഷകൻ വരും മുഹൂർത്തത്തിനായി കാത്തുകിടന്നു. കാലമങ്ങനെ തെളിഞ്ഞു വിളങ്ങുമ്പോൾ കംസചിത്തത്തിൽ നിറഞ്ഞു തുളുമ്പിയത് ഭീതിയും ക്രോധവും ദുശ്ശങ്കകളും. എങ്കിലും രാജശാസനത്തിൻ്റെ നിഴലിൽ ജീവിക്കുമ്പോഴും ശ്വാസം ഓരോന്നിലും ഭഗവത് ചിന്ത മറക്കാത്ത മഹാനുഭാവന്മാർക്ക് സംഭവിക്കാൻ പോകുന്നതെന്തെന്നറിയാമായിരുന്നു. ജന്മാതിരഹിതനായ ഭഗവാന്റെ ആ അവതാരം, ജന്മമെടുക്കും മുഹൂർത്തം, ധ്യാനസ്ഥമായ മനസ്സോടെ കാലം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. എല്ലാം ഭഗവാന്റെ ലീലാവിലാസം. ദേവി, അഷ്ടമപുത്രന്റെ ജനനത്തിന് കാലമണഞ്ഞിരിക്കുന്നു. ദേവഭാഷിതം വിളംബരപ്പെടുത്തിയ കംസാന്തക ശിശുവിൻ്റെ വരവ്, അതിൻ്റെ ആ ഭഗവത് കൃപാ കടാക്ഷത്തിൻ്റെ വരവിളി പോലെ തോന്നുന്നു നമുക്കീ കളകൂജനങ്ങളും സുമസുഗന്ധവും. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. ദേവി, അരുത്. ഈ കുഞ്ഞിനെയെങ്കിലും ഈ ഉള്ളവൾക്ക് നൽകണേ എന്ന് അറിയാതെ പ്രാർത്ഥിച്ചു പോയി. പാടില്ല. നൽകുന്നതും തിരികെ ഏൽക്കുന്നതും എല്ലാം പരമ്പൊരുളായ ഭഗവാൻ തന്നെയല്ലേ. ദേവകി, സുചരിതയായ ദേവിയുടെ ദേഹം ഇപ്പോൾ ഏതോ ഈശ്വരേച്ഛയുടെ സാക്ഷാത്കാരത്തിനുള്ള ഒരു ഉപാധി മാത്രമാണെന്ന് കരുതുക. ദേവി, പുകയില്ലാതെ ഹോമാഗ്നി കത്തുകയോ? ഭഗവത് ചൈതന്യം കനിഞ്ഞിറങ്ങുന്നതിന്റെ സാക്ഷ്യം. ആശ്ചര്യം. അവിശ്വസനീയം. പുകയില്ലാതെ ഹോമാഗ്നി കത്തുകയോ? വെറും കെട്ടുകഥകൾ. പുകയില്ലാതെ ഹോമാഗ്നി കത്തുക, ആകാശം ദിവ്യനക്ഷത്രജാലത്താൽ ശോഭായമാനമാവുക. കഥകളല്ല രാജൻ, ഒക്കെ യാഥാർത്ഥ്യം. കാലത്തിൻ്റെ നിയന്താവല്ലേ പ്രഭു അവതരിക്കാൻ പോകുന്നത്. നോക്കൂ, മധുരാദേശത്തിൽ 6 ഋതുക്കളും ഒരുമിച്ച് വന്ന പോലെ. ദിക്കുകൾ നിർമ്മല സുന്ദരങ്ങൾ, ഖനികളിൽ വിശേഷരത്നലാഭം,
രാവിലും നദീജലത്തിന് ശുദ്ധ സ്ഫടികഭാവം. രാത്രിയാമങ്ങളിൽ താമരകൾ വിരിയുന്നു, പക്ഷികൾ കളകൂജനം പൊഴിക്കുന്നു. വിചിത്രം, വിസ്മയകരം. അങ്ങയുടെ ഭാഷണത്തിൽ ആദരവേറുന്നു. രാജഗുരു, അങ്ങ് ഈ പറഞ്ഞതിലും വിസ്മയകരമായ ഒന്ന് സംഭവിക്കാൻ പോകുന്നു. ഹരിയാണ് അവതരിക്കാൻ പോകുന്നതെങ്കിൽ ആ ഹരിയെ ഹനിക്കുന്ന നരനായി മാറുന്ന പ്രത്യോത. ആജ്ഞാപിച്ചാലും പ്രഭു. സർവസന്നാഹങ്ങളും ഒരുക്കമല്ലേ? അതേ പ്രഭു. പക്ഷേ വിലക്കുകളെല്ലാം ലംഘിച്ച് പൗരാവലി ഉത്സവത്തിമിർപ്പിൽ അമർന്ന പോലെ എങ്ങും ദേവകീസുതനെ വരവേൽക്കാനുള്ള ഗൂഢമായ ഒരുക്കങ്ങൾ. ജനാവലിയുടെ രഹസ്യഭാഷിതങ്ങളിൽ ഒരു രക്ഷകന്റെ വരവിനെക്കുറിച്ചുള്ള പ്രത്യാശകൾ. കത്തിച്ച് ഭസ്മമാക്കണം ധിക്കാരികളെ. ശത്രുപക്ഷത്തോടെന്ന പോലെ ജനാവലിയോട് പെരുമാറിയാൽ അടിയന് ദേശത്തിനകമേ നിന്നുള്ള കലാപത്തെക്കുറിച്ചുള്ളൊരു ഭീതി. ശരി, ഉടനെ ഒരു കലാപം. അതിനിടവരുത്തണ്ട. ആദ്യം അഷ്ടമപുത്രവധം, പിന്നെ 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 എല്ലാം ഈ കാൽ കീഴിൽ സ്വച്ഛം. സുഭദ്രം, പ്രത്യോത. കൽപ്പന ചെയ്താലും പ്രഭു. ദേവകി വസുദേവരുടെ തടവറയിൽ കാവൽ ശക്തമാക്കിയില്ലേ? ഉവ്വ് പ്രഭു. പാതിരാവിലും ജാഗ്രത, ഓരോ നിമിഷാർത്ഥത്തിലും ഉണർവ്. ഇനി ഏത് നിമിഷത്തിലും അത് സംഭവിക്കാം. അവസാനത്തെ വധത്തിന് കൈതരിച്ചിട്ട് നമുക്കിരിക്കാൻ വയ്യ, ഉറങ്ങാൻ വയ്യ. അങ്ങനെ അങ്ങോട്ട് വലത്തോട്ട്, ഇങ്ങോട്ടോടി. അങ്ങോട്ടാ ഇങ്ങോട്ടാ. ഇങ്ങോട്ടോടി. ഇന്ന് എന്റെ ദിവസമാണ് തരുണക. മഹാരാജാവ് കൽപ്പിച്ചിരിക്കുന്ന പാരിതോഷികം എനിക്കേ ലഭിക്കൂ. പഞ്ചഗുസ്തി വേറെ, പാരിതോഷികം വേറെ. കുസ്തിയിൽ നീ ജയിച്ചു, പക്ഷേ മഹാരാജാവിന്റെ പാരിതോഷികം അതെനിക്ക് തന്നെ. മണ്ട ശിരോമിണികളെ, നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത് വെറുതെ ആണെന്നാണോ നിങ്ങളുടെ വിചാരം? ഗുസ്തി പിടിച്ച് തളർന്ന് നിങ്ങൾ ഉറങ്ങും, അവൻ നടന്നുറങ്ങും. അപ്പോഴായിരിക്കും ദേവകി ദേവി തിരുവയറൊഴിയുന്നത്. ഞാൻ ഉടനെ അക്കാര്യം മഹാരാജാവിനെ അറിയിക്കുന്നു, പാരിതോഷികം നേടുന്നു. ആഹാ, അതാണ് മനസ്സിലിരിപ്പ്. അത് നടക്കാൻ പോകുന്നില്ല. തന്നെ ഉറക്കിയിട്ട് തന്നെ ബാക്കി കാര്യം. നെറ്റി നടുവിൽ പുരിയക്കൊടി മധ്യത്തിലെ തിരസക്കാല മർമ്മം, അതിലൊരു തലോടൽ. അപ്പൊ ഉറങ്ങിക്കോളും. അത് ശരി. പരസ്പരം പോരടിക്കാൻ ഇറങ്ങിയിരിക്കുന്നു, മധുരാ സൈന്യത്തിന് അപമാനമുണ്ടാക്കാൻ. തോഴരെ, മഹാരാജാവ് ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു വലിയ ദൗത്യമാണ്. അത് ചെയ്യേണ്ടത് നാം 4 പേരും ചേർന്നാണ്. അല്ലാതെ പരസ്പരം കലഹിച്ച് നമ്മെ ഏൽപ്പിച്ച ദൗത്യം മറക്കരുത്. ഉറങ്ങാതിരിക്കണം നാം 4 പേരും. എപ്പോൾ ജനനം നടക്കുന്നുവോ അപ്പോൾ 4 പേരും ഒരുമിച്ച് ചെന്നറിയിക്കണം. അതല്ലേ ബുദ്ധി. പാരിതോഷികം നമുക്ക് പങ്കിടാം. എന്താ, സമ്മതമല്ലേ? ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. കൊട്ടാരത്തിൽ നിന്നും ദൂരമേറെ ഇല്ലല്ലോ കാരാഗ്രഹത്തിലേക്ക്. അഷ്ടമസന്തതി ജനിച്ചാലുടൻ വൃത്താന്തം ഇവിടെ എത്തിക്കുവാനുള്ള ഏർപ്പാടുകളെല്ലാം തയ്യാർ. ചെറുത്തുനിൽപ്പുകളൊന്നും ഉണ്ടാവില്ലല്ലോ എങ്ങു നിന്നും? ഇല്ല പ്രഭു, കർശനമായ കാവലാണെന്നും. അടിയൻ വിടകൊള്ളട്ടെ. അങ്ങ് ശയ്യാഗ്രഹത്തിലേക്ക് ചെന്നാലും പ്രഭു. ഇല്ല, ഉറങ്ങില്ല ഈ രാവിൽ കംസൻ. ഇന്ന് രാത്രിയാണ് ആ മുഹൂർത്തമെന്ന് മനസ്സ് പറയും പോലെ. സേനാപതി പൊയ്ക്കോളൂ.
വരൂ. അശരീരിയായി വന്ന് ഒരു വ്യാഴവട്ടക്കാലം നമ്മുടെ ഉറക്കം കെടുത്തിയ വിഷ്ണു, വരൂ. നാരായണ, ആകാശഭാഷിത നാളിൽ നീ നമ്മുടെ മനസ്സിൽ തറച്ച നാരായം നാം ഊരിയെടുക്കും. ക്രോധത്തിന്റെ നാരായ മുനയാക്കിയത് മാറ്റും. അതിലൊടുങ്ങും നാരായണ നിന്റെ ദേവദേവ പദം. വിഷ്ണു, കംസതൃഷ്ണയ്ക്ക് വിലക്ക് കൽപ്പിക്കാൻ നിനക്കാവില്ല. വൈകുണ്ഠനാഥൻ, ഹേ വൈകുണ്ഠനാഥ, നിന്റെ കണ്ഠത്തിലെ ശ്വാസം നിലയ്ക്കുന്നത് ഈ കംസകരങ്ങളിൽ. പിന്നെ നീ എന്തു മാധവൻ? മാതുലകരങ്ങളാൽ ഞെരിഞ്ഞമരാനാണ് മാധവ നിന്റെ അവതാരത്തിന് വിധി. കംസൻ കുറിച്ച വിധി. ആര് നീ? ഗരുഡധ്വജനും. കംസധ്വജം അഴിക്കാൻ ഗരുഡധ്വജ നിനക്കാവില്ല. വാഴ്ത്തുന്നവർ നിനക്ക് എത്ര പേര് സമ്മാനിച്ചു? ചക്രപാണി, ചക്രപാണി. കംസപാണികളാൽ നിനക്കന്ത്യം. ജനാർദ്ദനൻ, കംസകരങ്ങളിൽ കിടന്ന് നീ ആർ തലയ്ക്കും? എന്താണ് ഈ രാവിൽ? ഉദ്യാന മണ്ഡപത്തിൽ നാരായണ ജപം കേട്ടു. ആരെന്നറിയാൻ വന്നതാണ് പ്രഭു. ആര് പറഞ്ഞു നമ്മുടെ ഉദ്യാന മണ്ഡപത്തിൽ നാരായണ ജപമെന്ന്? നാം ചെവികളാൽ കേട്ടതല്ലേ. നാരായണ, വിഷ്ണു, വൈകുണ്ഠനാഥ, ജനാർദ്ദന വിളികൾ. അതുച്ചരിച്ചത് അങ്ങ് തന്നെയാണ് പ്രഭു. ഓർത്തു നോക്കിയാലും.
എന്തുകൊണ്ട് ഭഗവത് ജനനം അർദ്ധരാത്രിയിൽ? അന്ധകാരം അതിൻ്റെ പാരമ്യതയിലെത്തുന്നത് പാതിരാവിലാണ്. എപ്പോൾ അധർമാന്ധകാരം ദുസ്സഹമാം വിധം അധികരിക്കുന്നുവോ അപ്പോൾ ഭഗവത് പ്രസാദം സംഭവിക്കും. ഭഗവാൻ സർവപ്രാണികളുടെ ഹൃദയഗുഹയിൽ അന്തര്യാമി രൂപത്തിൽ വ്യാപരിക്കുന്നവനും ജ്ഞാനപ്രകാശം വ്യാപിപ്പിക്കുന്നവനുമാണ്.